الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും പുലർത്തിയും അവന് കീഴ്പ്പെട്ടും അവന് വഴിപ്പെട്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവനിൽ നിന്നുള്ള മഗ്ഫിറത്തിനും മർഹമത്തിനുമൊക്കെ അർഹരാവുന്ന വിധത്തിൽ തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹത്തിൽ ആ സമൂഹത്തെ വാർത്തെടുക്കുന്ന രൂപമാണ്, ആ ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുക്കാൻ അവരുടെ മാനസിക മനോതലങ്ങളിൽ ഉണ്ടാക്കിയ പരിവർത്തനമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് ദഅവത്തിന് വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്. നമുക്കറിയാം, വളരെ ഭാരമേറിയ ഒരു ഉത്തരവാദിത്തമാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. ഖുർആൻ അത് വിശദീകരിച്ചു കൊടുത്തു. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. വളരെ ഭാരമേറിയ ചില വചനങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് നാം താങ്കൾക്ക് ഇറക്കി തരുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള മനോബലം
എങ്ങനെ ഉണ്ടാക്കേണ്ടത്? ജിമ്മിൽ പോയിട്ടാണോ? അല്ല. കായികമായി, ആരോഗ്യപരമായി, ശാരീരികമായ ക്ഷമത നേടുന്നതിലൂടെയാണോ? അല്ല. മറിച്ച് അള്ളാന്റെ മുമ്പിൽ വറബ്ബക ഫകബ്ബിർ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അവന്റെ മുമ്പിൽ താണ് കേണ് അള്ളാഹുവിൽ നിന്ന് അതിനുള്ള ആത്മബലം താങ്കൾ നേടിയെടുക്കണമെന്ന് ഖുർആൻ പ്രത്യേകമായി കൽപ്പിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഈ കാര്യം ജനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ മനോബലം അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കണം. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ഓരോരുത്തരെ കണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കണം, പറയണം, എങ്കിലേ നിങ്ങൾ വിജയിക്കൂ എന്ന് ഓരോരുത്തരെ കണ്ട് പറയാം. വൈകുന്നേരം തളർന്ന ശരീരവും തളർന്ന മനസ്സുമായി വീട്ടിലേക്ക് വരുന്ന പ്രിയതമനോട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? ഒരു ദിവസമൊക്കെ വിശ്രമിച്ചുകൂടെ? ഒരു ദിവസമൊക്കെ വിശ്രമിച്ചുകൂടെ? എന്താ മറുപടി? മലാ അയ്യാമുൻ നൗം യാ ഖദീജ, ഉറക്കത്തിന്റെയും വിശ്രമത്തിന്റെയും നാളുകൾ കഴിഞ്ഞു ഖദീജ. അന്ന് ഉതിർന്നു വീണ വിയർപ്പ് കണങ്ങൾ ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ആ ദഴവത്തിന് വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്. അപ്പോഴാണ് ഈ ദാരിദ്ര്യം നിറഞ്ഞ ഈ മനുഷ്യൻ കുടുംബസമേതം പട്ടിണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരാട്ടിൻ കുട്ടിയെ ഒരാൾ സംഭാവന കൊടുക്കുന്നു. അന്നത്തെ അറബികളുടെ ശരീരക്ഷമത വെച്ച് പരിശോധിക്കുമ്പോ 2 ദിർഹം കൊടുത്താൽ കിട്ടുന്ന ഉളുഹയ്യത്തറക്കാൻ പാകമായ ഒരു വയസ്സായ ആട്ടിൻകുട്ടി 8 അറബികൾക്ക് കഴിക്കാനുള്ളതേ ഉണ്ടാവും. അന്നത്തെ മനുഷ്യരുടെ ശാരീരിക ക്ഷമതയാണ്. അപ്പൊ 9 ഭാര്യമാരും 7 മക്കളും ഒരു ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി എന്നത് വളരെ ചെറുതാണ്. എങ്കിൽ അതാവട്ടെ, എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. അപ്പൊ ആട്ടിൻകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും അരപ്പട്ടിണിയിലും അർദ്ധപട്ടിണിയിലുമാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിൻകുട്ടിയെ സ്വീകരിച്ച് ആയിഷ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ആയിഷ, നമ്മളെ കഷ്ടപ്പാട് കണ്ട് നമ്മളെ സ്വഹാബികൾ കൊടുത്തയച്ചതാണ്, അതുകൊണ്ട് നന്നായി പാകം ചെയ്തു, എന്നിട്ട് നീയും മക്കളും നമുക്കും കഴിക്കാം എന്നല്ല പറഞ്ഞത്. മറിച്ച് നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ അപ്പുറത്തുണ്ടായിഷ, അതുകൊണ്ട് നീ അറുത്തിട്ട് അവർക്ക് കൊടുക്കണം, ഞാൻ എൻ്റെ ദഅവത്തുമായി പോവുകയാണ്. ഏതൊരു സമൂഹത്തോടാണ് ഇത് പറയുന്നത്? എന്താ മനുഷ്യന്റെ പൊതുവായ അവസ്ഥ? സ്വാർത്ഥനാണ്. അവനവന്റെ സുഖവും അവനവന്റെ നേട്ടുമല്ലാതെ അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ ആലോചിക്കുള്ളൂ. ഇപ്പൊ അത് കഴിഞ്ഞിട്ടും ആലോചനല്ല. ആ ഒരു കാലഘട്ടത്തിലാണ്, ആ ഒരു സ്വഭാവത്തിലുള്ള മനുഷ്യരോടാണ് തൻ്റെ എല്ലാ കഷ്ടപ്പാടിന്റെയും ഇടക്ക് അതിനേക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളിൽ നോക്കാൻ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം അതാണ്. മനുഷ്യന്റെ സ്വാർത്ഥത എത്ര വലുതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചത് എവിടെയെന്ന് അറിയോ? സൂറത്ത് മാഇദയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളെ ചരിത്രം വിശദീകരിച്ചു അല്ലാഹു. ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഖ്ലു അലൈഹിം നബഅ ബനൈ ആദമ ബിൽ ഹഖ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളെ കഥ പ്രവാചകരെ താങ്കളുടെ സമുദായത്തിന് കൃത്യമായി യഥാർത്ഥ രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കണം. ബാക്കി ചരിത്രങ്ങൾക്ക് അറിയാലോ. ഇത് ഖറബ ഖുർബാനൻ, അവർ 2 പേരും അള്ളാഹുവിന് വേണ്ടി ഒരു ബലി അറുത്തു. ഫതുഖുബില മിൻ അഹദിഹിമാ
വലം യുതഖബ്ബൽ മിനൽ ആഖറ. ഒരാളുടെ ബലി അല്ലാഹു സ്വീകരിച്ചു, മറ്റവന്റെ സ്വീകരിച്ചില്ല. സ്വീകരിക്കപ്പെട്ടവൻ, സ്വീകരിക്കപ്പെടാത്തവൻ. എന്താ പെടാത്തവന്റെ മറുപടി? തന്റെ ബലി സ്വീകരിക്കാത്തത് കൊണ്ട് അവൻ മരിച്ചിട്ടാണെങ്കിലും എന്റെ ബലി സ്വീകരിക്കണം, അവൻ ഇല്ലാതെയായിട്ടാണെങ്കിലും എനിക്ക് സുഖം കിട്ടണം എന്ന എന്നത്തെയും മനുഷ്യന്റെ ഒരു സ്വഭാവത്തെയാണ് ആ കൊന്ന വ്യക്തിയുടെ മനോഭാവത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരാൾ നശിച്ചിട്ടാണെങ്കിലും തനിക്ക് നിലനിൽക്കണം, വളരണം എന്നത് മനുഷ്യ സ്വാർത്ഥതയുടെ അങ്ങേയറ്റമാണ്. അത്രയും മനുഷ്യൻ ചിന്തിക്കും അവനവന്റെ നേട്ടത്തിന് വേണ്ടി. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്റെ വിശപ്പൂറുന്ന കുടുംബത്തിലേക്ക് അത് കണ്ട് മനസ്സലിഞ്ഞു കൊടുത്തയച്ച ഒരാട്ടിൻ കുട്ടിയെ മറ്റുള്ളവർക്ക് പകുക്കാൻ പറയുന്ന പ്രവാചകന്റെ ഹൃദയ വിശാലത, അങ്ങനെയാണ് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടോ ദാവത്തിന് പോയി. വൈകുന്നേരം വരുമ്പോ സ്വാഭാവികമായി നമ്മളെ ഭാര്യയെ ഭാര്യ നമ്മളെ മക്കളെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കല്ലോ സ്വാഭാവികമായിട്ട്. വൈകുന്നേരം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു ചോദിച്ച, നീ എന്താക്കി? ആട് അറുത്തു കൊടുത്തോ? എന്താക്കി? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ സാധാരണ പറയാനുള്ള ഒരു മറുപടി പറഞ്ഞു. എന്താ മറുപടി? അറുത്തു റസൂലേ, ഒക്കെ പോയി, കുളമ്പ് ഇവിടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ കുളമ്പല്ലാത്ത എല്ലാ ഭാഗവും നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ കൊടുത്തു അർത്ഥം. അത് നമ്മുടെ നാട്ടിലും പറയാൻ അങ്ങനെ തന്നെയാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ പറഞ്ഞതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഈ എന്താ പറഞ്ഞത്? ഒക്കെ പോയി, കുളമ്പ് ഇവിടെ ബാക്കിയുണ്ട് എന്നാണ്. അതങ്ങനല്ല പറയേണ്ടത്. പിന്നെ കൊടുത്തത് ബാക്കിയുണ്ട്, ഇവിടെ വെച്ചത് പോയി എന്ന് പറയും. കൊടുത്തത് ബാക്കിയുണ്ട്, അത് നമുക്ക് പരലോകത്ത് കിട്ടും. ഇവിടെ നമ്മൾ ഈ വെച്ചതുണ്ടല്ലോ, അതിലൊരു കൂലിയും കിട്ടൂല, അത് പോയി. ഏതാ പോയത്, ഏതാ കിട്ടിയത്? നമുക്കൊന്നും മനസ്സിലാവാത്തൊരു സംഗതിയല്ലേ അത്. നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ എത്ര കുഞ്ഞുങ്ങൾ കരയുന്നു, എത്ര ഭാര്യമാര് കരയുന്നു, എത്ര ഭർത്താക്കന്മാര് കരയുന്നു. രോഗം കൊണ്ട് താങ്ങാനാവാത്ത ഓപ്പറേഷന്റെയും മരുന്നിന്റെയും ചിലവുകൾക്ക് മുമ്പിൽ വാവിട്ട് കരയുന്ന കുട്ടികളെ കണ്ടും കേട്ടും നമ്മളെ സമ്പത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ലപ്പോഴും. എന്താ കാരണം? നമുക്കിത് ഇപ്പോഴും മനസ്സിലായില്ല. ഏത് കൊടുത്തതാണോ ബാക്കിയുള്ളത്, നമ്മുടെ കയ്യിലുള്ളതാണോ? ധാരണ തിരുത്തുകയാണ്. കൊടുത്തത് ബാക്കിയുണ്ട് ആയിഷ, ഇവിടെ വെച്ചത് പോയി എന്ന് പറയും. മനുഷ്യന്റെ മനസ്സിലെ സ്വാർത്ഥതയെ ഈ പ്രകാരം വലിച്ചൂരിയാണ് ആ പ്രവാചകൻ ആ സമൂഹത്തെ വളർത്തിയെടുത്തത്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തില്ലേ നമ്മൾ? ആ പാരായണ സൂറത്തുൽ കഹ്ഫിൽ പ്രവാചകന്റെ മനസ്സ് എത്ര ഹൃദയസ്പർക്കായിട്ടാണെന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. പ്രവാചകരെ, താങ്കളുടെ സമുദായത്തിൽ ഈ ആദർശം, തൗഹീദ് സ്വീകരിക്കാത്ത മനുഷ്യരെ പറ്റി ഓർത്ത് അവർക്ക് കാലാകാലം നരകമാണല്ലോ, ജനങ്ങൾ ആരും ഇത് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തോർത്തോർത്ത് താങ്കളെ തന്നെ നശിപ്പിച്ചു കളയുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പറയുമാറ് മറ്റുള്ളവരുടെ ക്ഷേമത്തിലും നന്മയിലും സർവോപരി പരലോക വിജയത്തിലും എന്തുമാത്രം ഉത്കണ്ഠ അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. സഹോദരന്മാർ, മളാജോ, ഒരു മൈതാനത്ത് കളിക്കാൻ പോകുന്ന കുട്ടികളെ ഒരു ബാപ്പ മോനെ വിളിക്കാൻ പോവുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. നമ്മളെ മക്കൾ കളിക്കാൻ പോയാൽ പിന്നെ വീടിനെ പറ്റി ചിന്ത ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരാവശ്യത്തിന് മക്കളെ വിളിക്കേണ്ടി വരും. അപ്പൊ ഇദ്ദേഹം പ്രവാചകൻ എപ്പോ വരട്ടോ, ഞാൻ മോനൊന്ന് വിളിക്കട്ടെ. അപ്പൊ ആ വിളിക്കാൻ പോണ ബാപ്പനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ അറിയോ? നീ മോനെ വാന്ന് വിളിക്കരുതിട്ടോ, നിന്റെ മോന്റെ പേരെ വിളിക്കാവൂന്ന്. അതെന്താ? നിന്റെ മോനെ നിനക്ക് വിളിച്ചൂടെ? കുഞ്ഞുമോനെന്ന് വിളിച്ചൂടെ? ഓമന പേര് വിളിച്ചൂടെ? വിളിക്കാം, മൈതാനത്ത് വെച്ച് വിളിക്കരുത്. എന്ത് കാര്യം? ബാപ്പയില്ലാത്ത കുട്ടികളുണ്ടാവും ആ കൂട്ടത്തില്. ഈ വിളി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും.
അവരുടെ മനസ്സ് വേദനിക്കും. നിങ്ങൾ അറിയോ, ഒരു സമൂഹത്തെ പറ്റി പ്രവാചകന്റെ മനസ്സായി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു. കാരണം അനാഥത്വത്തിന്റെ ഏറ്റവും കൈപ്പേറിയ അനാഥത്വം അനുഭവിച്ചവനാ നമ്മുടെ നേതാവ്. എന്താ യതീം എന്ന് പറഞ്ഞാൽ ആരാ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവര്. ആരാ മാതാപിതാക്കൾ നഷ്ടപ്പെടാക്കല്? ഒരു റാങ്ക് കഴിയുമ്പോ ലോകത്തെല്ലാവരും യതീമാവോ? ആവൂല. പിന്നെ ആരാ യതീം? ചെറുപ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ. അതിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ യതീം ഏതാണെന്നറിയോ? ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് എന്റെ വാപ്പ മരിച്ചു പോയി നിൽക്കുക. അവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൈപ്പേറിയ അനാഥത്വം അനുഭവിച്ചതെങ്കിൽ ആ അനാഥത്വം അനുഭവിച്ച ആളല്ല ഈ നേതാവ്. വിശ്വാസമോ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചില്ലേ? അതുകൊണ്ട് അദ്ദേഹം ഒരു മൈതാനത്ത് കളിക്കുന്ന കുട്ടികളെ കൂട്ടത്തുനിന്ന് തന്റെ മകനെ വിളിക്കാൻ പോകുന്ന ബാപ്പനോട് പറഞ്ഞു, മകനെ ഓമന പേര് വിളിക്കരുത് കേട്ടോ, പേരെ വിളിക്കാവൂ. അത്രയേറെ മറ്റുള്ളവരുടെ പ്രയാസത്തെ മനസ്സിലാക്കാൻ മാത്രം സ്വാർത്ഥത നിറഞ്ഞൊരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കുക. 63 ബലിയർത്തുന്ന സഹോദരന്മാരെ നമ്മളെ നേതാവ് 63 കൊല്ല ജീവിച്ചത്, 63 ബലിയർത്തി. നമ്മളെല്ലാ കൊല്ലവും എത്രണ്ണുണ്ട്, മാങ്ങാൻ എത്രയുള്ളത് നോക്കുക. അവിടെ സുന്നികൾ എത്ര, ഇവിടെ ജമാഅത്ത് എത്ര, അവിടെ മുജാഹിദ് എത്ര, ഞാൻ എത്ര ഇല്ല. എല്ലാ കൊല്ലവും ഒരു കൂട്ടർ അറക്കുക, മറ്റോര് വാങ്ങി തിന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാ 63 ബലിയർത്തത്? ആർക്കാ സഹോദരന്മാരെ ഈ കൂട്ടത്തിൽ ബലിയർക്കാൻ നിർബന്ധമില്ലാത്ത ഒരാളെ പേര് പറയും? അള്ളാന്റെ റസൂല് 63 മൃഗത്തെ ബലിയർത്തിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ആർക്കായിരുന്നു മാറിക്കാൻ പറ്റുക? നമ്മളാരും മാറിക്കണില്ലല്ലോ. 4000 റുപ്യ കഴിഞ്ഞു ഷെയർ എടുക്കുക. ആർക്കാ ഷെയർ? ആർക്കാ സഹോദര ഷെയർ? ഒറ്റക്ക് വാങ്ങി അറക്കാൻ കഴിയാത്തവൻക്കല്ലേ അതെ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് ഒറ്റക്ക് ഒരു പോത്തിനെ വാങ്ങാൻ പറ്റൂലാന്ന്, ഒരാടിനെ വാങ്ങാൻ പറ്റൂലാന്ന് പറയാൻ പറ്റുമോ? എന്തേ വാങ്ങാത്തത്? ഇത് മതിയല്ലോ, ഇതായാലും മതിയല്ലോ. കണ്ടോ, ഈ മനുഷ്യൻ 3 മാസമൊക്കെ തന്റെ വീട്ടിൽ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ ജീവിച്ചവൻ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തലേ ദിവസേ ആയിഷ റളിയല്ലാഹു പറയും, ആയിഷാന്റെ തലക്കാന്റെ ചോട്ടിൽ കുറച്ച് പൈസ ഉണ്ട്, അതൊന്നും എടുത്തിട്ട് നിന്റെ കയ്യിൽ വെച്ച് തരണം. തന്റെ തലയണന്റെ ചോട്ടിൽ വെച്ച പണം എടുക്കാനുള്ള ശാരീരിക ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തലയും അല്പം കൂട്ടിപ്പിടിച്ച് പതുക്കെ പൊന്തിച്ച് അതിന്റെ ചോട്ടിലുള്ള പൈസ എടുത്ത് പ്രവാചകൻ കയ്യിൽ വെച്ചു കൊടുത്തു. 7 ദിർഹമാ. 7 ദിർഹം എത്ര റുപ്യ എനിക്ക് അറിയില്ല കേട്ടോ, അറിയുന്നവരാണ് ഈ സദസ്സിലുള്ളത്. ഒരു പുരുഷായുസ് കൊണ്ട് നേടിയ സമ്പാദ്യം 7 ദിർഹം. ആ 7 ദിർഹം പാവങ്ങൾ കൊടുത്തു സഹോദര. മരിക്കുന്നതിന്റെ തലേ രാത്രി അറിയോ, തന്റെ നല്ല ഡ്രസ് എടുത്തിട്ട് അഹ്ലു സുഫത്തിൽ വിട്ട് കുപ്പായെല്ലാം നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവർ കൊടുത്തു. തന്റെ ആയുധം മുസ്ലിങ്ങളുടെ പൊതുയുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. കാലിയായി. നമ്മളെ നേതാവ് പോയ കോലാ പറഞ്ഞത്, നമ്മളോ തലമുറക്ക് സമ്പാദിച്ചിട്ട് മതിയായിക്കണോ? ആലോചിച്ചു നോക്കി. എന്നിട്ടോ നമ്മളെക്കാൾ യോഗ്യര് പിന്നെ ആരാ ഉള്ളത് ഇവിടെ ദുനിയാവില്? ആലോചിക്കണം. ആ ബലിയറുക്കുമ്പോൾ നമ്മുടെ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്നിൽ നിന്നും എന്റെ ഉമ്മത്തിൽ ബലിയറുക്കാൻ സാധിക്കാത്ത കോടിക്കണക്കിന് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി എന്നിൽ നിന്ന് ഈ ബലി സ്വീകരിക്കണം എന്ന് പറയുമാറ് ദുർബലരെ സ്നേഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആലോചിച്ചു, ലോകാവസാനം വരെ ജനിക്കുന്ന എന്റെ ഉമ്മത്തിലെ ബലിയറുക്കാൻ കഴിയാത്ത പാവങ്ങൾക്ക് വേണ്ടി റബ്ബേ മുഹമ്മദിൽ നിന്ന് എന്നിൽ നിന്ന് ഈ ബലി നീ സ്വീകരിക്കണം. എത്രയാണ് ആ മനസ്സിന്റെ വിശാലതങ്ങൾ ആലോചിക്കട്ടെ. ആലോചിച്ചോക്കി. ആ ഒരു വിധാനത്തിലേക്ക് ഇസ്ലാം മനുഷ്യനെ വളർത്തി. അത് കണ്ടു നമ്മൾ ആ സമുദായത്തെ. എവിടെ? ഹിജ്റയുടെ സന്ദർഭം സൂറത്ത് ഹശ്റിന്റെ 9-ാമത്തെ ആയത്ത് വിട്ടുപോയി പരിശോധിച്ച് നോക്കേണ്ടി. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹി. മദീനയിലേക്ക് സ്വഹാബികൾ ഹിജ്റ വരുന്നതിന് മുമ്പേ ആ വരുന്നവരെ സ്വീകരിക്കാൻ ഈമാൻ കൊണ്ടും ശരീരം കൊണ്ടും മദീന ആദിവാസികളായ അൻസാർ ഒരുങ്ങി നിൽക്കുക. എന്നും രാവിലെ വന്നിട്ടേ മക്കയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കും, റസൂലുള്ളാഹി സ്വഹാബികൾ വരുന്നുണ്ടോ. ദിർഹമിന്റെ കൂമ്പാരങ്ങളല്ല,
കാരക്കപ്പേക്കുകളും കൂട്ടങ്ങളും ലഗേജുമല്ല വരുന്നത്. ഒട്ടിയ പേറും പൊട്ടിയ ചെരുപ്പും കീറിയ ഡ്രസ്സും ആദർശം മാത്രമായി വരുന്ന ഒരു പറ്റം പട്ടിണിപ്പേക്കോലങ്ങളെ ഒരു നാട്ടുകാരിങ്ങനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനോഗതി എന്താ ആലോചിക്കുക. എന്നിട്ടോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവർ ഹിജ്റ വരാൻ ഇവർ കൊതിയോടുകൂടി കാത്തു നിന്നു. എന്തിന്റെ പേരില്ല സഹോദരന്മാരെ? വീട് രണ്ടാക്കാനാ, ഭാര്യമാരെ രണ്ടാക്കാനാ, കച്ചവടം രണ്ടാക്കാനാ, കൃഷിസ്ഥലം രണ്ടാക്കാനാ വന്നില്ലേ അവർ. എന്നിട്ടോ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് വളരെ അത്യാവശ്യമുള്ളതോടുകൂടെ ഈ വന്ന മക്കയിൽ നിന്ന് ആദർശവുമായി വന്ന ഈ സ്വഹാബികൾക്ക് മുഹാജിറുകൾക്ക് അവർ മുന്തിയ പരിഗണന കൊടുത്തു. വീട് രണ്ടാക്കിയില്ലേ, കൃഷിസ്ഥലം രണ്ടാക്കിയില്ലേ, ഒരേക്കറ ഭൂമി ഒരൻസാരിക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഈ വന്ന മുഹാജിറിന് 50 സെന്റ് സ്ഥലാണ്ട് കൊടുക്കുക. കൊടുക്കുമ്പോ ഈ അൻസാരി പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? വിത്തൊക്കെ ഞങ്ങൾ ഇറക്കിക്കോളൂട്ടോ, കൃഷിയൊക്കെ ഞങ്ങൾ നടത്തിക്കോളൂട്ടോ, നിങ്ങൾ കൊയ്തെടുക്കാൻ വന്നാൽ മതി. എങ്ങനെ? അതാ 50 സെന്റ് സ്ഥലം നിങ്ങളായി, നിങ്ങളെ പാടായി, അങ്ങനെ പറഞ്ഞത് ആണോ? ഒന്നും നട്ടാ മുളക്കാത്ത മൊട്ടക്കുന്നാണ് കൊടുത്തത് ആണോ? 2 ഭാര്യമാരുള്ളവർ കരറ് പറിക്കുന്ന വേദനയോടെ ഒരു ഭാര്യയെ തൊലാക്കു ചൊല്ലി ഈ വന്ന മനുഷ്യർക്ക് കെട്ടിച്ചു കൊടുത്തില്ലേ? ആ മുസ്ലിങ്ങൾ ഇന്നത്തെ അവസ്ഥ എന്താ അറിയോ? ശരാബ് പറയാൻ പാടില്ല, മുണ്ടാൻ പാടില്ല, കല്യാണത്തിന് കൂടാൻ പാടില്ല. മനസ്സിലായോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തപ്പോൾ അവരുടെ ധാരണയായിട്ട് മാറി. അവരവരെ ജീവനോടുകളേറെ സ്നേഹിച്ചു, മറ്റുള്ളവർക്ക് പകുക്കാൻ തയ്യാറായി. മറ്റൊരു ഹദീസ്, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നീ നിന്റെ കൂട്ടുകാരൻ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും സഹായിക്കണം. എന്തേ പറഞ്ഞു? അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും സഹായിക്കണം. അങ്ങനെ തന്നെയാ. കാരണം എന്താ? നമ്മളെ ഗോത്രാണോ അയെ നോക്കുള്ളൂ, നമ്മളെ കുടുംബാണോ, നമ്മളെ പാർട്ടിക്കാരനാണോ, നമ്മളെ സംഘടനയാണോ, അതല്ല എപ്പോഴും നോക്കുള്ളൂ. എന്ത് തമ്മാടുത്തം ചെയ്താലും. അപ്പൊ അതേ കാര്യം തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. അപ്പൊ സഹാബികൾ വെച്ചു, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക റസൂലെ, അക്രമിനെ സഹായിക്കണം എന്നോ? അതെ, അതിന് നിങ്ങൾ കൊടുത്ത അർത്ഥമല്ല ഇസ്ലാം കൊടുക്കുന്നത്. പിന്നെ ആക്രമിക്കപ്പെട്ടവന് നമ്മൾ നൽകുന്ന സഹായം എന്താണെന്നറിയോ? അക്രമത്തിൽ നിന്ന് അയാളെ പിന്തിരിച്ച് നല്ല മനുഷ്യനാക്കി തീർക്കുക. കാരണം ധാരണ തിരുത്തുകയാണ്. ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക. അക്രമി എങ്ങനെ സഹായിക്കേണ്ടത്? അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ല മനുഷ്യനാക്കി തീർക്കുക. അതാണ് അവർക്ക് നൽകുന്ന സഹായം. നോക്കിങ്ങൾ, ഇങ്ങനെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പല ധാരണകളെയും ഇസ്ലാം തിരുത്തി. മൂന്നാമത്തത്, അയ്യക്കും യുഹിബ്ബു മാലു വാരിസിഹി മിൻ മാലിഹി, നിങ്ങളിൽ ആരാണ് സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ? അപ്പൊ നമ്മളിപ്പോ നമ്മളെ തെങ്ങിനല്ലാതെ അനന്തരാവകാശ തെങ്ങിന് വളരൂലല്ലോ. നമ്മളെ പറമ്പ് കാട് വെട്ടിക്കാന്നല്ലാതെ അനന്തരാവകാശത്തിന്റെ പറമ്പ് കാട് വെട്ടിക്കോ? ഇല്ല. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഞങ്ങളെ സമ്പത്തിനെ ആശ്രയിക്കണത്. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളത് തന്നെ ഏതാ? നമ്മളത് തന്നെ ഏതാ? ഈ ആധാരത്തുള്ളതൊക്കെ, ഈ പെട്ടിയുള്ളതൊക്കെ, ആ ബാങ്കിലുള്ളതൊക്കെ അല്ല. നിങ്ങൾ മരിച്ചാൽ ആരാ കൊണ്ടുപോവുക? മരിച്ചാൽ അനന്തരാവകാശി. അപ്പൊ ധാരതാ ഞാൻ പാട് മരിച്ചു നിൽക്കുക. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടേതല്ലാതെ അയാളുടെ ആദ്യത്തെ വസ്തു സമ്പത്താ അല്ലേ? അപ്പൊ ശരിയാണല്ലോ, ഞങ്ങളവിടെ മരിച്ചാല് അപ്പൊ ഞങ്ങളത് ഏതാ? അപ്പൊ ഏതാന്ന് ഓൽക്കാൻ അറിയില്ല. അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെലവാക്കിയത്, നിങ്ങൾ വഖഫ് ചെയ്തത്, നിങ്ങൾ സാധുക്കൾ കൊടുത്തത്, ഇനി നിങ്ങളും ഞാനൊന്ന് വലത്തെ കൈ നെഞ്ചത്ത് വെക്കി ഇങ്ങോട്ട് ചോദിക്ക്, എന്റെ സമ്പത്തിൽ എന്റെ സമ്പത്താണോ കൂടുതൽ, അനന്തരാവകാശ സമ്പത്താണോ?
3 കെട്ടും കെട്ടി കബർക്ക് താത്തി വെക്കുമ്പോ എന്റെ കൂടെ പോരുന്നതാണോ കൂടുതൽ, ഇവിടെ ഇട്ടേച്ച് പോകുന്നതാണോ കൂടുതൽ? ഈ തിരിച്ചറിവ് 14 നൂറ്റാണ്ടിന് ശേഷം നമുക്ക് ഇപ്പോൾ കിട്ടിയോ? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ഒരു സമൂഹത്തെ ധാരണ ഇങ്ങനെ തിരുത്തി കൊണ്ടുവരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം എന്നത് ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സ്പർശിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന്റെ മൂലധനം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിന്റെ ലക്ഷ്യം പരലോക വിജയമാണ്. അതുകൊണ്ട് ദുനിയാവിന് ഒന്നാമതായി കാണുന്ന ആളുകളെ പോലെയല്ല ജീവിതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഭൗതിക ജീവിതത്തെ മാത്രം ലാക്കാക്കുന്നവരെ പോലെയല്ല ഈ ലോകത്തെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു റൂട്ടുണ്ട്, ഒരു കണ്ണടയുണ്ട്. അതിലൂടെ ഈ ലോകത്തെ നോക്കിക്കാണാൻ സാധിക്കണം. അതിന് അവരെങ്ങനെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവരുന്നതിന്റെ പല ഉദാഹരണങ്ങളിൽ വളരെ 1-2 ഉദാഹരണം മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. ഒരു കാര്യം കൂടി പറയാം. ആരാണ് ദരിദ്രൻ? പാപ്പറായവൻ തന്നെ കച്ചവടമൊക്കെ പൊളിഞ്ഞി ഇല്ലത് മുഴുവൻ വിറ്റ് ആകെ കടം കയറി, അവനാണ് പാപ്പറായവൻ. അപ്പൊ അവർക്ക് അറിയാവുന്ന മറുപടി അവർ പറഞ്ഞു. അതല്ല, ദുനിയാവിൽ പർവ്വത സമാനമായ ഇബാദത്തുമായിട്ട് അയാൾ വരുന്ന വരവ് തന്നെ കണ്ടാൽ മനസ്സിലാവും അയാൾ സ്വർഗത്തിലാണ്. 2 തരം വിചാരണയുണ്ട്. അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധങ്ങൾ, കടപ്പാടുകൾ, അതിലൊക്കെ അള്ളാഹു പരമാവധി വിട്ടുവീഴ്ച ചെയ്യും, ഒരു സംശയമില്ല. എന്നാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹ് ഇടപെടുകയില്ല. അള്ളാഹിനോടുള്ള കടപ്പാടൊക്കെ നിർവഹിച്ച് ഇയാൾ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ അള്ളാഹിന്റെ വാർത്താൻ അനൗൺസ്മെന്റ് ഇതാ, ഇന്ന ആള് ഇന്ന വ്യക്തി അള്ളാഹിനോട് ചെയ്യേണ്ട കടപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇയാളിന്ന് വല്ലതും കിട്ടാനുണ്ടോ? അല്ലോ, അതാ വരുന്ന ആളുകൾ ശത്തമഹാദ, ഇയാളെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വക്കല മാലഹാദ, എന്റെ സമ്പത്ത് തട്ടിപ്പറച്ചിട്ടുണ്ട്. ഇങ്ങനെ പരാതിക്കാർ വരുമ്പം ഈ ഇബാദത്ത് ഇങ്ങനെ വരുന്നവർക്ക് എടുത്തു കൊടുക്കുന്ന അവസാനം ഇബാദത്ത് തീർന്നു, പരാതിക്കാർ ബാക്കി. അപ്പൊ എന്താ പടച്ചോൻ ചെയ്യുക? ആ പരാതിക്കാർ ചെയ്ത തെറ്റ് ഇവന്റെ പിരടിൽ വെച്ച് കെട്ടും. പർവ്വത സമാനമായ ഇബാദത്തുമായി വന്ന മനുഷ്യൻ പർവ്വത സമാനമായ തെറ്റുകുറ്റങ്ങളുമായി നരകത്തിലേക്ക് എറിയപ്പെടുമെങ്കിൽ വദാലിക്കൽ മുഫ്ലിസ്, അവനാണ് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും പാപ്പറായവൻ. ധാരണ തിരുത്തി കൊടുക്കുക. ഈ ധാരണ തിരുത്തി അത്തരം ധാരണക്ക് അനുഗുണമായി ജീവിതത്തെ തിരുത്തി വായിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളുടെ നമ്മുടെ ബാധ്യത. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിന്റെ വചനത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഹദീസിലൂടെ, ജീവിത മാർഗത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ആ ഉൾവെളിച്ചം ഉൾക്കൊണ്ട് തന്റെ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഏറ്റവും നല്ല നിലയിൽ ക്രമീകരിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് അങ്ങനെ മരിച്ച് തഖ്വയുള്ളവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇഹപര നന്മ നേടിയെടുക്കുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. ഇത്തരം പ്രവാചക വചനങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ആഴ്ച നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ പ്രത്യേകത അവൻ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളെ അനുകരിക്കും എന്നതാണ്. ഒരു കുട്ടി ആദ്യമായി അനുകരിക്കുന്നത് ഉമ്മനെ. അവൻ ആദ്യം ചെയ്യുന്ന കളി അലക്കലും ഭക്ഷണം ഉണ്ടാക്കലും കുട്ടികളെ കുളിപ്പിക്കലുമാണ്. കാരണം അതാണ് അവൻ ഉമ്മന്റെ അടുത്ത് നിന്ന് കാണുന്നത്. ഇത് മരിക്കണ വരെ തുടരും. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുമുഖ സമൂഹത്തിലാണ്. വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്ത ആരാധനാ രീതിയുണ്ട്, ആഘോഷ പരിപാടികളുണ്ട്. അത് അവരുടെ ഭാഗമായി നിലനിൽക്കുക എന്നല്ലാതെ നമ്മൾ നമ്മുടെ ആദർശത്തിൽ മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ പല വിഷയങ്ങളിൽ ഒന്ന് ലതത്തബിഅന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾ മുൻഗാമികളായ ജൂത ക്രൈസ്തവരെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റും. മുൻഗാമികളെ, ആ മുൻഗാമികളെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജൂത ക്രൈസ്തവരെയാണോ എന്ന് ചോദ്യത്തിന് പിന്നെ വേറെ ആരാണ് റസൂൽ ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ ആദർശം, നമ്മൾക്കൊരു ജീവിത രീതിയുണ്ട്, നമ്മളെ ആഘോഷം വേറെ തന്നെയാണ്. അതിലേക്ക് മറ്റുള്ള ആഘോഷങ്ങൾ കലരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വീടുകളിൽ നക്ഷത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ഒന്നുമില്ല, ഒരു നക്ഷത്രം. അതിന്റെ പേര് ഡിസംബറിൽ വരാൻ കാരണം ഡിസംബറിൽ വേറെ ഏതൊക്കെ ചില വീടുകളിൽ നക്ഷത്രം ഉണ്ടാവും. അപ്പൊ നമ്മളെ വീട്ടിലൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഈ സാംസ്കാരിക അധിനിവേശം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ബഹുദൈവാരാധനാപരമായ ഒന്നുമായും ഒരു വിശ്വാസിക്ക് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അവിടെ പോയി തല്ലുണ്ടാക്കണം എന്നല്ല പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലത് വേണ്ട. അങ്ങനെ നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ചെറിയ മനസ്സിലേക്ക് ചെറിയ നിലക്ക് ഇപ്പോൾ കയറിക്കൂടും. അതിങ്ങനെ വളർന്ന് വലുതായി ഒരു ബസ്സില് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മുസ്ലിമായ സുഹൃത്ത് എന്റെ കാലൊന്ന് ചവിട്ടിപ്പോയി. ഉടനെ മൂപ്പര് ആ മുട്ടുകാലിന് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി. എവിടുന്നാ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇത് എവിടുന്ന് പഠിച്ചതാ? അല്ല, എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ചവിട്ടിപ്പോയാൽ സാരില്ല എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഈ പരിപാടി നമുക്കില്ല. അത് എവിടുന്നോ കിട്ടിയതാ. ഇങ്ങനെയുള്ള സാംസ്കാരികമായ അധിനിവേശം അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ഉമ്മത്തിലേക്ക് പതുക്കെ കയറി വരുന്നു. വീട് നിർമ്മാണം ഉദ്ഘാടനത്തിന് പാല് കാച്ചുന്നു. അതെവിടുന്നോ കയറി വന്നതാ. മരിച്ച 3, 15, 40 ആണ്ടും എഴുതുണ്ടായതാ. ഹിന്ദുക്കളെ കിട്ടിയത് വേറെ കിട്ടിയതാ. അള്ളാഹു റസൂൽ വഫാത്തായില്ലേ? 3-ാം ദിവസം പരിപാടി ഉണ്ടായിനോ? ഇല്ലല്ലോ. 15 ഉണ്ടായിനോ? ഇല്ല. 40 ഉണ്ടായിനോ? ഇല്ല. ആണ്ടില്ല. അള്ളാന്റെ റസൂലില്ലാത്ത സാധനം എവിടുന്ന കിട്ടിയത്? നമ്മൾ എവിടുന്ന വന്നത്? ഈ നാട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാ. വരുമ്പോ അവ കൂടി കൊണ്ടുകൊണ്ട് പോകുന്നു. ഇത്രേ ഉള്ളൂ. അത് അറുത്ത് വരുന്നു. ഈ സാംസ്കാരിക അധിനിവേശം ശ്രദ്ധിക്കണം. നമ്മുടെ തൗഹീദ്, നമ്മുടെ സുന്നത്ത്, നമ്മുടെ ദീനുൽ ഇസ്ലാം മാറ്റി വെച്ചുകൊണ്ടോ അതിൽ കൂട്ടിച്ചേർക്കൽ കൊണ്ടോ ഉള്ള ഒരു യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നമ്മൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. പരലോകമാണ് ലക്ഷ്യം, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.